കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവികളിലെ രാസസംവേദനം എന്ന നമ്മുടെ ബയോളജിയുടെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പാൻക്രിയാസിനെ പറ്റി പഠിച്ചു. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഡ്രീനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ് മലയാളത്തിൽ എന്തെന്ന് തന്നെ പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തുവാ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ വൃക്കകൾ അല്ലെങ്കിൽ നമ്മളെ കിഡ്നിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഏതാണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ, ഈ ഒരു ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത് നമ്മുടെ വൃക്കകളുടെ അല്ലെങ്കിൽ കിഡ്നിയുടെ മുകളിലായിട്ട്. അപ്പോൾ നമ്മുടെ 2 കിഡ്നിയുടെ മുകളിൽ എന്തുണ്ട്? അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഈ അഡ്രീനൽ ഗ്ലാൻഡിന് ഫങ്ഷൻസ് 2 തരമുണ്ട്. കാരണം അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ അഡ്രീനൽ ഗ്ലാൻഡിനടുത്ത് മുറിച്ചാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെക്ഷൻ നോക്കുമ്പോൾ 2 ഭാഗം കാണാൻ പറ്റും. ഒന്ന് പുറം ഭാഗം, നമുക്കതിനെ എന്ത് വിളിക്കാം? കോർട്ടെക്സ് എന്ന് വിളിക്കാം. കോർട്ടെക്സ് എന്ന് വിളിക്കാം, പുറം ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ടർ കോർട്ടെക്സും ഉണ്ട്, അതുപോലെ അകംഭാഗം അതായത് ഇന്നർ മെഡുല്ലയും ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. നമ്മുടെ കിഡ്നികളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഗ്ലാൻഡാണ്. ആ ഗ്ലാൻഡിനെ നമ്മൾ നോക്കിയാൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുറത്ത് ഭാഗത്ത് കാണുന്ന കോർട്ടെക്സ്, മറ്റൊന്ന് അകത്തെ ഭാഗത്ത് കാണുന്ന മെഡുല. ഇതിലെ കോർട്ടെക്സും മെഡുല്ലയും 2 തരം ഹോർമോണുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മെഡുല്ലയിൽ നിന്നാണ് നമ്മളിവിടെ തുടങ്ങുന്ന ചാപ്റ്റർ. അതായത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിലെ നമ്മൾ എന്തിനെ പറ്റി പഠിച്ചു? നമ്മൾ ഈ പറയുന്ന നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ ഈ പറയുന്ന സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അല്ലെ, പെട്ടെന്നുണ്ടാകുന്ന റെസ്പോൺസുകൾ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെ, സിമ്പതറ്റിക് നമ്മളതിനെ മലയാളത്തിൽ എന്താ പറയുന്നത്? സിമ്പതറ്റിക്കിനെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? ഓക്കെ, സിമ്പതറ്റിക് എന്ന് തന്നെയാണ്. അല്ല, സിമ്പതറ്റിക് വ്യവസ്ഥയും അതുപോലെ പാരാസിമ്പതറ്റിക്. അല്ല, സിമ്പതറ്റിക് വ്യവസ്ഥ നടക്കുമ്പോൾ നമുക്കറിയാം ഹൃദയമിടിപ്പ് കൂടുന്നു, അതുപോലെ രക്തത്തിൻ്റെ അളവിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. പേശികളൊക്കെ പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ആവശ്യമില്ലാത്ത ഡൈജഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ അതിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അഡ്രിനാലിൻ എന്ന് പറയും. ഈ അഡ്രിനാലിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? നമ്മളെ അഡ്രീനൽ ഗ്ലാൻഡാണ്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഓർത്ത് വയ്ക്കുക. അപ്പോൾ സിമ്പതറ്റിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത് ആര് തന്നെയാണ്? അഡ്രീനൽ ഗ്ലാൻഡ് തന്നെ ആണ്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിനകത്ത് 2 പാർട്ടുണ്ട് അല്ലെ, ഒന്ന് കോർട്ടെക്സും മറ്റൊന്ന് മെഡുല്ലയും. ഇതിൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന ഈ അകത്ത വശമായിട്ടുള്ള മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. മലയാളത്തിലും അത് തന്നെയാണ് പേര്, എപ്പിനെഫ്രിനും അതുപോലെ തന്നെ എന്താണ്? നോൺ എപ്പിനെഫ്രിനും. അല്ലേ, ഇതാ കണ്ട മെഡുല്ല എപ്പിനെഫ്രിനും അതുപോലെ തന്നെ എന്താണ്? നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന 2 ഹോർമോൺ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് എപ്പിനെഫ്രിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയ്ക്കൊരു ഇത് കിട്ടത്തില്ല. പക്ഷേ ഞാൻ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നമ്മൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന വാക്കും കാര്യമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അഡ്രിനാലിൻ കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ശക്തി കിട്ടും. നിങ്ങൾ നമ്മുടെ വിക്രമിൻ്റെ ഒരു സിനിമയുണ്ട്, എൻ്റെ പേര് ഇരുമുഖനോ അങ്ങനെ എന്തോണോ പടത്തിൻ്റെ പേര്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിലൊരു ഇൻഹേലർ പോലത്തെ ഒരു സാധനം അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ശക്തി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പഴയ പടമാണ്, മേ ബി ഒരു 4-5 കൊല്ലമെങ്കിലും പഴക്കമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന അഡ്രിനാലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ ഹോർമോൺ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അല്ലേ. പെട്ടെന്നൊരു പട്ടി ഓടിക്കാൻ വന്നാൽ, ഒരു ആന കുത്താൻ വന്നാൽ നമുക്ക് പെട്ടെന്നൊരു എനർജി കിട്ടും, ഓടും എന്ന് പറയുന്ന ഓട്ടത്തിൽ സഹായിക്കുന്ന ആരാണ്? അഡ്രിനാലിനാണ്. അപ്പോൾ എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ അതുപോലെ നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ 2 ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? അഡ്രീനൽ ഗ്ലാൻഡിലെ മെഡുലയാണ്. ഓക്കെ, അപ്പോൾ മെഡുല. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിന് ആ പേര് കൊടുത്തത് ആരാണ്? അഡ്രിനാലിൻ. അപ്പോൾ മെഡുല എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്തുണ്ടാക്കും? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉണ്ടാക്കും. അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. സെറ്റാണ്. അപ്പോൾ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എന്നിങ്ങനെയുള്ള 2 ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ നമ്മുടെ ഈ പറയുന്ന ഒരാളുണ്ടല്ലോ, ആരാണവൻ? നമ്മുടെ ഈ പറയുന്ന കോർട്ടെക്സ്, ഔട്ടർ കോർട്ടെക്സ്. കോർട്ടെക്സിൻ്റെ ജോലി എന്താ? കോർട്ടെക്സും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയോ? എന്താ നമ്മൾ പറഞ്ഞേ? നമ്മുടെ ശരീരത്തിൽ അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നൊരു ഗ്രന്ഥി അല്ലെങ്കിൽ ഗ്ലാൻഡ് ഉണ്ട്. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. സോ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അതെവിടെയായിരിക്കുന്നത്? നമ്മുടെ വൃക്കകളുടെ മുകളിലാണ് ഇരിക്കുന്നത്. ആയിക്കോട്ടെ, ആ ഈ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡ് നമ്മൾ മുറിച്ചാൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്നെന്താണ്? പുറം ഭാഗത്ത് കാണുന്ന കോർട്ടെക്സ്, ഒന്ന് അകം ഭാഗത്ത് കാണുന്ന മെഡുല. അപ്പോൾ ഈ മെഡുലയിൽ നിന്നാണ് നമുക്ക് 2 ഹോർമോണുകൾ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിനും പിന്നെ വരുന്നത് എന്താണ്? നോർ എപ്പിനെഫ്രിൻ എന്നും. അപ്പോൾ ഇവർ 2 പേരും എന്താണ്? എമർജൻസി ഹോർമോണുകളാണ്.
പ്രത്യേക സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇവർ വരുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് അല്ലേ? These hormones plays and prepare the body to deal with the emergency situations through a number of എന്താണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. എന്തൊക്കെയാണ്? ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ്, ഹൃദയമിടിപ്പ് കൂട്ടുന്നു. ബ്ലഡ് പ്രഷർ അപ്പോൾ കൂടുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നു. അതുപോലെ തന്നെ എന്താണ്, രക്തത്തിൻ്റെ ഫ്ലോയും എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു മസിലുകളിലേക്ക്. ഇപ്പോൾ മസിലൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കും. അതുപോലെ എന്താണ്, ഡൈജസ്റ്റീവ് ഓർഗൻസിലോട്ടൊക്കെ ഉള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ അവിടെ കുറയ്ക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോഴത്തേക്കും ആദ്യം ഈ പറയുന്ന എഡ്രിനാലിനുണ്ടാകും അല്ലെങ്കിൽ നെഫ്രിൻ ഉണ്ടാവും. അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യം ചെയ്യും. അപ്പോൾ സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോൾ നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ വന്നിട്ട് ഇതൊക്കെ തിരിച്ച് എന്ത് ചെയ്യും, പഴയ പടിക്ക് ആക്കി വയ്ക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയല്ലേ? പറഞ്ഞു. പൊസിഷൻ ഓഫ് ദ അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ്? എബവ് ദ 2 കിഡ്നീസ്. എന്തൊക്കെയാണ് പാർട്സ്? കോർട്ടെക്സും മെഡുല്ലയും. എന്തൊക്കെയാണ് ഹോർമോൺസ് മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്നത്? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ എന്താണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ദ വേ ടു ഓവർകം ആൻ എമർജൻസി എങ്ങനെയാണ്? ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻ ദ അഡ്രീനൽ ഗ്ലാൻഡ് വിൽ സെക്രീറ്റ് എപ്പിനെഫ്രിൻ ഓർ അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ എന്ത് ചെയ്യും, ഹാർട്ട് റേറ്റ് കൂട്ടും, മസിലിലോട്ടുള്ള ബ്ലഡ് റേറ്റ് കൂട്ടും. അതുപോലെ തന്നെ എന്താണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ടൊക്കെ ഉള്ളത് കുറയ്ക്കും. അങ്ങനെ നമ്മളെ ബോഡിയെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത് അതിലോട്ട് പോകാം, നമുക്ക് നമ്മുടെ ഈ പറയുന്ന അഡ്രീനൽ കോർട്ടെക്സിലോട്ട് പോകാം. അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്രീനൽ കോർട്ടെക്സ് 3 തരം ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയെന്ന് വിളിക്കാം? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, മറ്റൊന്ന് മിനറലോ കോർട്ടിക്കോയിഡ്, ഗൊണാഡോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന 3 തരം ഹോർമോണുകൾ നമ്മുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, മിനറലോ കോർട്ടിക്കോയിഡ്, ഗൊണാഡോ കോർട്ടിക്കോയിഡ്, 3നും ചേർത്ത് എന്ത് വിളിക്കും? കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ്. കാരണം ഈ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഇത് 3 എന്താണ്? സ്റ്റീറോയിഡുകളാണ്. വാട്ട് ഈസ് സ്റ്റീറോയിഡ്സ്? അപ്പോൾ സ്റ്റീറോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. സ്റ്റീറോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകതര ഹോർമോണാണ്. നമ്മൾ 4 കാർബൺ ചേരുന്ന ഒരു പ്രത്യേക ഓർഗാനിക് മോളിക്യൂളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും ഇതെന്ത് ചെയ്യും? ത്വരിതപ്പെടുത്തും. അതിൻ്റെ വേഗത അല്ലെങ്കിൽ വിൽ ഇൻക്രീസ് ദ സ്പീഡ് അല്ലെങ്കിൽ കൺട്രോൾസ് എന്ന രീതിക്ക് ഓർത്ത് വയ്ക്കും. അപ്പോൾ കോർട്ടിസോൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മെഡുല്ലയുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പേരാണ് കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ്. കോർട്ടിക്കോ സ്റ്റീറോയിഡിൽ 3 എണ്ണം വരും. ഏതൊക്കെയാണ്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്. അപ്പോൾ ഗ്ലൂക്കോ എന്ന് വാക്ക് കേൾക്കുമ്പോൾ ഗ്ലൂക്കോസ് ഷുഗർ എന്ന് പറയാൻ പറ്റും. മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുമ്പോൾ മിനറലുകളുമായിട്ടാണെന്ന് പറയാൻ പറ്റും. 3ാമത്തെ വരുന്നതാണ് എന്ത്? ഗൊണാഡോ കോർട്ടിക്കോയിഡ് എന്ന് പറയുമ്പോൾ ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്സ് ഓർഗനുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഞാനിത് സാധാരണ നമുക്ക് CAA എന്ന് ഓർത്ത് വയ്ക്കുക. അഡ്രീനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് CAA. ഇതൊക്കെ വരും. ഇതിനകത്ത് C കോർട്ടിസോൾ വരും, അടുത്ത് A ഓൾഡോസ്റ്റിറോൺ വരും, അടുത്ത് കഴിഞ്ഞ് വരുന്നതാണ് എന്ത്? ആൻഡ്രോജൻ എന്നിങ്ങനെ 3 ഹോർമോൺ ഉണ്ട്. അവരുടെ ഫങ്ഷൻസ് നോക്കാമല്ലോ. റെഡിയല്ലേ? അപ്പോൾ നോക്കിക്കോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോ കോർട്ടിക്കോളിൽ വരുന്ന ഹോർമോണിൻ്റെ പേരാണ് കോർട്ടിസോള്. എന്തുവാണ്? കോർട്ടിസോൾ. എന്താ കോർട്ടിസോൾ എന്ന് വെച്ചാൽ അത് ഏത് ഗണത്തിലാണ് വരുന്നത്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഗ്ലൂക്കോ എന്ന് പറയുമ്പോൾ ഷുഗർ. അപ്പോൾ എന്താ? ഗ്ലൂക്കോസിൻ്റെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരുടെ ജോലിയാണ്. 2 ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്നത് ആരാണ്? ഇവരാണ്. ചില സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ തന്നെ പ്രവർത്തിക്കും. അതൊക്കെ സപ്രസ് ചെയ്ത് വയ്ക്കുന്നത് ഇവരാണ്. റെസിസ്റ്റ് ഇൻഫ്ലമേഷൻസ് ആൻഡ് അലർജി ഓഫ് ദ ബോഡിയിലെ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടുകളും അലർജികളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്ത് വരുന്നതാണ് എന്ത്? നമ്മുടെ ഈ പറയുന്ന ഓൾഡോസ്റ്റിറോൺ അല്ലേ? എന്താണ്? മിനറലോ കോർട്ടിക്കോയിഡിൽ വരുന്നത്. അപ്പോൾ മിനറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഉപ്പ് ഒരു മിനറലാണ്. അപ്പോൾ എന്താണ്? ഇക്വിലിബ്രിയം ഓഫ് മിനറൽസ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. നമുക്കറിയാമല്ലോ, ഉപ്പുകൾ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ ബ്ലഡ് പ്രഷർ കൂടുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഉപ്പിൻ്റെ അളവ്, അതായത് മിനറലാണ് ഉപ്പ്, ഉപ്പിൻ്റെ അളവ് പോലെയുള്ള മറ്റ് മിനറലുകളുടെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുവഴി രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. 3ാമത് വരുന്നതാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ ദ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്ഷുവൽ ബിഹേവിയർ. അല്ലെ, സ്ത്രീയാണോ അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വഭാവമാണോ പുരുഷൻ്റെതാണോ എന്നൊക്കെ നമ്മൾ സ്ത്രീ പുരുഷന്മാരെന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ. സെക്സ് ഏത്? ജെൻഡർ അല്ല, സെക്സ്. ജെൻഡർ വേറെ സെക്സ് വേറെ എന്നൊക്കെ ആണല്ലോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന സെക്ഷുവൽ ഡെവലപ്മെൻറ്റ്, സ്ത്രീയായി വളരുന്നു പുരുഷനായി വളരുന്നു. മെയിനായിട്ട് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് പുരുഷ ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന ആൻഡ്രോജൻസ് ആണ്. സ്ത്രീ ഹോർമോണുകൾ പ്രഗ്നൻസി ടൈമിൽ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും കൂടുതലും ഓവറീസ് ആണ് എന്താണ് നമ്മുടെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സ് അഥവാ കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഹോർമോണുകൾ 3 എണ്ണം ഏതൊക്കെയാണ്? CAA കോർട്ടിസോള്, ആൽഡോസ്റ്റിറോണ്, ആൻഡ്രോജന്. പറഞ്ഞേ, കോർട്ടിസോള് C,
ആൾഡോസ്റ്റിറോണ് ആൻഡ്രോജന്, കോർട്ടിസോള് ആൽഡോസ്റ്റിറോൺ ആൻഡ്രോജൻ, കോർട്ടിസോള് ആൾഡോസ്റ്റിറോണ് ആൻഡ്രോജന്. മലയാളത്തിൽ മാറ്റമൊന്നുമില്ല. കോർട്ടിസോൾ തന്നെയാണ്, ആൾഡോസ്റ്റിറോൺ തന്നെയാണ്, ആൻഡ്രോജനുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ വാക്ക് പറഞ്ഞുതരാം. ഐ ഡോണ്ട് നോ നിങ്ങൾക്കത് പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ എങ്ങനെ ആലോചിക്കുന്നത്, ഷുഗർ, സോൾട്ട്, സെക്സ്, 3 വാക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ CAA, ഷുഗർ, സോൾട്ട്, സെക്സ്. CAA ഷുഗർ എന്ന് വെച്ചാൽ എന്താണ്? ഷുഗറിൻ്റെ ഹോമിയോസ്റ്റാസിസ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ ഷുഗർ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ നിന്ന് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു എന്താണ്, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറയുമെന്ന് പറയും. അതായത് നമുക്കൊരു മുഖത്തൊക്കെ ഒരു തടുപ്പും കാര്യമൊക്കെ വരത്തില്ല. നമ്മുടെ ഈ ഷുഗർ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലൊരു സാധനമല്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗർ കഴിക്കുന്നു. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് പറ്റും? ഷുഗറിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഷുഗറിനെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളെ ഇമ്മ്യൂൺ റെസ്പോൺസിനെയും ഇൻഫ്ലമേഷൻസിൻ്റെ അളവിനെയും എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. അടുത്ത് വരുന്നതാണ് എന്ത്? ആൾഡോസ്റ്റിറോൺ. സോൾട്ട് ഒരു മിനറലാണ്. അപ്പോൾ മിനറൽസിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നു, ഇക്വിലിബ്രിയം കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഉപ്പ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിനെയും കൺട്രോൾ ചെയ്യുന്നു. പിന്നെ വരുന്നതാണ് എന്ത്? സെക്സ്. നമ്മുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ നോക്കുന്നതാണ് ആൻഡ്രോജനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ്? അഡ്രീനൽ ഗ്ലാൻഡിൽ അഡ്രീനൽ കോർട്ടെക്സ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ആന്തരസ്ഥിതി നിലനിർത്തുക, എന്നുവെച്ചാൽ അതിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുക, സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വീക്കം, ഇൻഫ്ലമേഷൻസ്, അതുപോലെ അലർജിക്ക് എന്നിവയോട് പ്രതിരോധിക്കുന്നു. അടുത്ത ആൻഡ്രോജനുകളാണെങ്കിൽ എന്തായിരിക്കും? ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നു. ലവണം എന്ന് വെച്ചാൽ മിനറൽ. ഓക്കെ, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ആൻഡ്രോജനുകളാകുമ്പോൾ എന്തായിരിക്കും? ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവത്തെയും അഥവാ സെക്ഷൽ ബിഹേവിയറിനെയും നിയന്ത്രിക്കുന്നു. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു? അഡ്രീനൽ ഗ്ലാൻഡ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് അപ്പോൾ എന്തൊക്കെ വരും? ഹോർമോണും അതിൻ്റെ ധർമ്മവും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതാ ഈ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഹോർമോണുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പഠിച്ച കാര്യങ്ങളൊന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് അഡ്രീനൽ ഗ്ലാൻഡ് അഥവാ അഡ്രീനൽ ഗ്രന്ഥി അല്ലേ, അന്തർസ്രാവി ഗ്രന്ഥി അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. ഇത് നമ്മുടെ വൃക്കകളുടെ മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അതിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 ഭാഗമുണ്ട് അല്ലേ. ഔട്ടർ ഭാഗത്തിന് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കും, അകത്തെ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? മെഡുല്ല എന്ന് വിളിക്കും. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയും. അപ്പം നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്? മെഡുല്ലയാണെങ്കിൽ 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതിൽ നിന്ന് തന്നെ ഈ പേര് വന്നേക്കുന്നത് ഏതൊക്കെയാണ്? എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. ഈ എപ്പിനെഫ്രിനെ തന്നെയാണ് നമ്മൾ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്നത്. നോറെപ്പിനെഫ്രിനെ നമ്മൾ നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കും. രണ്ടുപേരുടെയും ജോലി എന്താ? എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അല്ലെ, പ്രത്യേക സിറ്റുവേഷൻസ് വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ? ഹാർട്ട് ബീറ്റ് കൂട്ടും, രക്തത്തിൻ്റെ ഫ്ലോ കൂട്ടും, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും, മസിലുകളോട് രക്തം എത്തിക്കും, ആവശ്യമില്ലാത്തത് കുറയ്ക്കും. കോർട്ടിസോളോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ എന്ന് പറയുന്ന 3 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിലെന്താണ്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഉണ്ട് അല്ലെ, അതുപോലെ കൊണൈഡോ കോർട്ടിക്കോയിഡ് ഉണ്ട്, മിനറലോ കോർട്ടിക്കോയിഡും ഉണ്ട്. അതിൽ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് കോർട്ടിസോള്. എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ഹോമിയോസ്റ്റാസിസും സപ്രസ് ദ ഇമ്മ്യൂൺ സിസ്റ്റവും അതുപോലെ തന്നെ എന്താണ്? ഇൻഫ്ലമേഷനെയും കുറയ്ക്കുന്നു. അടുത്ത് വരുന്നതാണ് മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുമ്പോൾ ആൾഡോസ്റ്റിറോൺ എന്താണ്? ഈ പറയുന്ന മിനറലിൻ്റെ ഇക്വിലിബ്രിയവും ബ്ലഡിലെ പ്രഷറിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ്രോജനുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെക്ഷൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ സ്വീറ്റ്, സോൾട്ട്, സെക്സ് ഓർത്ത് വയ്ക്കാൻ പറ്റും. സെറ്റല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡുകൾ എന്ന് പറയും. അപ്പോൾ അതിനോട് ഒരു ചെറിയ കുഞ്ഞനൊരു ഗ്രന്ഥിയുണ്ട്. ആള് കുഞ്ഞനാണെങ്കിലും ആശം പണി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ്. അതാണ് നമ്മുടെ ഉറക്കവും ഉണരലും എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഈ ഉറക്കവും ഉണരലും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാലോ, രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരൂലേ? എല്ലാ ദിവസവും രാത്രി കൃത്യമായിട്ട് ഉറക്കം വരത്തില്ലേ? അത് നമ്മുടെ ശരീരം എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ ശരീരത്തിന് അത് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ കൃത്യസമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ മെലാറ്റോണിൻ ബ്രെയിനിൽ വരുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്? ഉറങ്ങാൻ നേരമായി നമുക്ക് ക്ഷീണവും കോട്ടുവായും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൻ്റെ പേരാണ് പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, എന്താണ്? പീനിയൽ ഗ്ലാൻഡ് അഥവാ മലയാളത്തിൽ പീനിയൽ ഗ്രന്ഥി എന്ന് പറയും. അപ്പോൾ എവിടെയാണ് പീനിയൽ ഗ്രന്ഥി കാണുന്നത്? ബ്രെയിനിനകത്താണ്. ബ്രെയിനിനകത്ത് അടുത്ത ഈ കാണുന്ന ഈ ഒരു കുഞ്ഞൻ ഗ്രന്ഥിയുടെ പേരാണ്
പീനിയൽ ഗ്രന്ഥി അഥവാ പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ തലാമസ് ഇൻ ദ ഹ്യൂമൻ ബ്രെയിൻ. തലാമസിന്റെ 2 നോബുകൾക്ക് ഇടയിലായിട്ട് ഇവിടെ ഒരു കുഞ്ഞൻ ഗ്രന്ഥിയായിട്ടാണ് പീനിയൽ ഗ്ലാൻഡ് കാണുന്നത്. ഇതിനെ നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കും. കാരണം എല്ലാ ദിവസവും കൃത്യം രാത്രി സമയമാകുമ്പോഴത്തേക്കും ഈ പറയുന്ന മെലാറ്റോണിൻ, അപ്പോൾ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആര്? മെലാറ്റോണിൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോർമോൺ അല്ലേ? പരീക്ഷ സമയത്ത് മാത്രം അത്ര ഇഷ്ടപ്പെടില്ലെങ്കിൽ ബാക്കി എല്ലാ സമയത്തും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഹോർമോണാണ് ആര്? മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കട്ടെ, നമ്മുടെ ഒരു ശരീരത്തിൽ നമ്മൾ സമയം നോക്കി, സമയത്തിനനുസരിച്ച് മെലാറ്റോണിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ സമയം, ഇവിടെയാണെങ്കിലോ മെലാറ്റോണിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, രാത്രി ഒരു 8 മണിക്ക് കഴിയുമ്പോഴത്തേക്കും ഈ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞ് നമ്മൾ രാത്രി നല്ല ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന 2-3 മണി സമയമൊക്കെ ആകുമ്പോൾ കണ്ടോ അതിൻ്റെ അളവെന്ന് പറയുന്നത് മാക്സിമം കൂടുന്നു. എല്ലാ ദിവസവും ഇതിങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യം മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പീനിയൽ ഗ്ലാൻഡാണ്. അപ്പോൾ മെലാറ്റോണിൻ plays a major role in controlling the activities that occur at regular intervals. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത്. കൃത്യമായി സമയം കണ്ടെത്തി അല്ലേ? ക്ലോക്ക് എന്ന് പറയുമ്പോൾ സമയം നോക്കുക ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ കൃത്യമായ ഇടവേളകളിൽ അനുസരിച്ച് കൃത്യമായ അളവിൽ ഹോർമോണുകളെയൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ക്ലോക്ക് എന്നും ആരെ വിളിക്കും? ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡിനെ വിളിക്കും. ജൈവ ഘടികാരം എന്ന് നമ്മളിവിടെ പറയും, മലയാളത്തിൽ പറയും. അപ്പോൾ ദിവസവും 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ മെലാറ്റോണിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. അതിനാൽ നമ്മൾ പീനിയൽ ഗ്രന്ഥി എന്ത് വിളിക്കും? ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം എന്ന് വിളിക്കും. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പോൾ നോക്കിയേ, പീനിയൽ ഗ്ലാൻഡ്. ഇവിടെ പീനിയൽ ഗ്ലാൻഡ് ഇരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഭാഗത്തായിട്ട്. എന്താണ് പ്രത്യേകത? ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അത് ബ്രെയിനിലാണ്. അത് റെഗുലേറ്റ് ചെയ്യും എന്തിനെയാണ്? മെലാറ്റോണിൻ്റെ ഉൽപാദനത്തെ. അതാണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഡീപ്പ് ഇൻസൈഡ് ദ ബ്രെയിനുള്ളിലായിട്ട് നമ്മുടെ 2 ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, അതിന് 2 ചേരുന്ന ഭാഗത്തായിട്ട് എപ്പിതലാമസ് എന്ന് പറയുന്ന ഭാഗത്തിനടുത്തായിട്ടാണ് നമ്മളിത് കാണുന്നത്. എന്താ ഫംഗ്ഷൻ? മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും. ഈ മെലാറ്റോണിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ സൈക്കേഡിയൻ റിതം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും തമ്മിലൊരു ബാലൻസ് ഉണ്ടല്ലോ. എല്ലാ ദിവസവും ഒരേ സമയം ഉണർന്ന് എണീക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം എന്ന് വിളിക്കും. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? മെലാറ്റോണിൻ പ്ലേസ് എ കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ത്രൂ ഔട്ട് ദ ഡേ. സോ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കും. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്കാണ് ആര്? പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി വേറെ എന്താ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ പിള്ളേർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രിയൊക്കെ ഈ മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ട് അധികം നേരം ഇരിക്കുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യും. കാരണം നമുക്ക് ഈ ഇരുട്ട് എന്ന് പറയുന്ന ഒരു സെൻസേഷൻ നമ്മുടെ കണ്ണിലൂടെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സമയത്താണ് കൂടുതലായിട്ടും മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് സ്ക്രീൻ ടൈം കൂടുന്ന സമയത്ത് ഈ സ്ക്രീൻ എന്ന് വെച്ചാൽ വെളിച്ചമല്ലേ, അത് കൂടുതലായിട്ട് നമ്മുടെ കണ്ണിലോട്ട് അടിച്ചുകൊണ്ടിരിക്കും. അതിലും കൂടുതലായിട്ട് നീല നിറം, ബ്ലൂ ലൈറ്റ് അധികമായിട്ട് വരുന്നത് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയ്ക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ചില ഫോണുകളിലൊക്കെ ഈ സ്ലീപ്പ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രീൻ ഒരു മഞ്ഞ നിറത്തിലോട്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? എന്തിനാണ്? ഈ നീല നിറത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാത്രിയിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഒക്കെ ഉപയോഗിക്കുന്നത് ഉറക്കം വരാതിരിക്കാൻ, തുടർച്ചയായ ഉറക്കം നഷ്ടപ്പെടൽ, പകൽ സമയത്ത് ഉറക്കം വരൽ എന്നിവയ്ക്ക് കാരണമാകുന്നു നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരം ഉപകരണങ്ങൾ തീർത്തും ഒഴിവാക്കണം. അതായത് മിനിമം കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ നിന്ന് നോട്ടം അവസാനിപ്പിക്കണം. അതായത് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു 8 മണി മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര മണി? ഒരു 9 മണിക്ക് നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് നിർത്തണം. അതിപ്പോൾ യൂട്യൂബ് ക്ലാസ് കാണാനായാലും ശരി തന്നെ, എന്തിനായാലും ശരി തന്നെ. എന്നിട്ട് ബാക്കി സമയം വായിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുക. നന്നായി വായിച്ചിട്ട് കിടന്നുറങ്ങുന്നത് നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും. ബുക്ക് തുറന്നാൽ തന്നെ ഉറക്കം വരുമെന്നാണല്ലോ. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ 2 ഗ്രന്ഥികളും നമ്മൾ പറഞ്ഞു കഴിയുന്നു. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.